കുറച്ച് നാൾ മുമ്പ് ഞാൻ ഡൽഹി പോയി കറങ്ങേൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഇനിയിപ്പോൾ ആര് കാണാനാണെന്നുള്ള രീതി വലിയ ഗൗരവം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു, സുമി അത് കംപ്ലീറ്റ് ചെയ്യാനേ എന്താണ് ഡൽഹിയിൽ അത് റെഫർ ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് കേട്ടപ്പോൾ. അന്ന് ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അക്ഷർധാമി പോയി നൈറ്റ് സരോജിനി പോയിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. നെക്സ്റ്റ് ഡേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധി മെമ്മോറിയലായിരുന്നു. ഞാൻ കൂടുതലും ഇൻഫോർമേഷൻസ് ആണ് എൻ്റെ വീഡിയോസിൽ കൂടുതൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡൽഹി ട്രിപ്പ് ഒരു ട്രാവൽ ഗൈഡായിട്ട് കുറച്ച് പേർക്കെങ്കിലും സഹായകമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ നിൽക്കുന്നത് സഫ്ദർജംഗ് റോഡിന് നിയർ ബൈ ആയിട്ട് വരുന്ന ഇന്ദിരാഗാന്ധി മെമ്മോറിയലിന്റെ ഇൻസൈഡിലാണ്. അയൺ ലേഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യയുടെ ഒരേ ഒരു വനിതാ പ്രധാനമന്ത്രിയുടെ വീടിനുള്ളിൽ ഇതൊക്കെ ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കിഡ്സ് കൊടുത്തതും പല രാജ്യങ്ങളിൽ നിന്ന് അവർ കളക്ട് ചെയ്ത സ്റ്റോൺസും. ഇന്ദിരാഗാന്ധി അവരുടെ സ്റ്റഡി റൂമിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ടാഗോറിന്റെ ഒരു ഫോൾഡർ. പിന്നെ ഇത് ലെനിൻ പീസ് പ്രൈസ് ആണ്. മരണാനന്തര ശേഷ ബഹുമതിയായിട്ട് കൊടുക്കുന്നതാണ് പോസ്റ്റുമസ് അവാർഡ് എന്ന് പറയും. സോവിയറ്റ് യൂണിയൻ 1984 കൊടുത്ത അവാർഡാണ്. 1984 നവംബർ 1 ഇന്ദിരാഗാന്ധിയുടെ ചീത കത്തിച്ച ഒരു ഫോട്ടോ ആണത്. ഈ കാണുന്നത് നെഹ്റുവിന്റെ കമല നെഹ്റുവിന്റെ ഫോട്ടോ ആണ്. അന്ന് ഇന്ദിര പ്രിയദർശിനി നെഹ്റു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ പേരിലുള്ള ഫോട്ടോസ് ആണ് ഈ കാണുന്നത്. ഈ സെന്റർ കാണുന്ന ഒരു ഫാമിലി ഫോട്ടോ ആണ്. നെഹ്റു ഉണ്ട്, കമല നെഹ്റു ഉണ്ട്, നെഹ്റുവിന്റെ സഹോദരിയായിരുന്ന കൃഷ്ണകുമാരി നെഹ്റു ഉണ്ട്, ഹസ്ബൻഡ് ഫിറോസ് ഗാന്ധിയും നെഹ്റുവും മക്കളും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോ ഇവിടെ കാണാം. രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി, നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ഒപ്പമുള്ള ഫോട്ടോസ്. 1982 അപ്പു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഏഷ്യൻ ഗെയിംസ് അന്ന് ഹോസ്റ്റ് ചെയ്തത് ഇന്ത്യ ആയിരുന്നു. അതിന്റെ ഒരു സൗഭാഗ്യ ചിഹ്നമാണ് അത്. പിന്നെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി, പിന്നെ അവരുടെ വൈഫ് മക്കളൊക്കെ ആയിട്ടുള്ള ഫോട്ടോസ്. ഇതൊക്കെയാണ് ആനന്ദ് ഭവൻ, സ്വരാജ് ഭവൻ, നെഹ്റുവിന്റെ ആൻസിസ്ട്രൽ ബിൽഡിംഗ്സ് ആണ് വരുന്നത്. ഈ തീൻമൂർത്തി ഭവനിലാണ് നെഹ്റു താമസിച്ചത്. ഇതിപ്പോ നമ്മൾ നിലവിൽ നിൽക്കുന്ന കെട്ടിടം. ഈ ഒരു വസതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മരിക്കുന്നിടം വരെ ഇന്ദിരാഗാന്ധി താമസിച്ചിരുന്ന വീടായിരുന്നു കേട്ടോ ഇത്. ഇവിടെ തന്നെയാണ് ഇന്ദിരാഗാന്ധി, മക്കളായ രാജീവ് ഗാന്ധി, അവരുടെ മക്കളും എല്ലാം കുറെ നാൾ താമസിച്ചിരുന്നത്. ആനന്ദ് ഭവൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെയാണ് ഇന്ദിരാ പ്രിയദർശിനി ജനിച്ചത്. ഈ ആനന്ദ് ഭവനെ നെഹ്റുവിന്റെ പിതാവായിരുന്ന മോത്തിലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൊടുക്കുകയും അതിനെ സ്വരാജ് ഭവൻ എന്നുള്ള ഒരു പേരിലേക്ക് ആക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഫാമിലിക്ക് വേണ്ടി ഒരു ബിൽഡിംഗ് പണിയുകയും അതിന് ആനന്ദ് ഭവൻ എന്നുള്ള പേര് അഗെയിൻ കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ കുറച്ച് ഫോട്ടോസും ഡിസ്ക്രിപ്ഷൻസും മാത്രമാണ് ഇതിൽ നിന്ന് നിങ്ങൾ കരുതണ്ട. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഇതിൽ നെഹ്റുവിന്റെ ഫാദർ മോത്തിലാൽ നെഹ്റുവിനെയും കമല നെഹ്റുവിനെയും ഫുൾ ഫാമിലിയും നമുക്ക് കാണാൻ കഴിയും. ഇന്ദിരാഗാന്ധി അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻസ് ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയായിട്ടുള്ള അടിപൊളി ഒരു ഫോട്ടോ ആണ് കാണുന്നത്. അവർ ഉപയോഗിച്ചിരുന്ന കണ്ണടയും പെന്നും കാര്യങ്ങളും ദേ താഴെ കാണാം. പിന്നെ സ്കൂൾ കാലഘട്ടത്തിലുള്ള കുറേയധികം ഫോട്ടോസ് ആണ് കേട്ടോ. ഇവിടെയാണ് ഇന്ദിരാഗാന്ധി വരച്ചേക്കുന്ന കുറച്ച് ഡ്രോയിങ്സ് കൊടുത്തേക്കുന്നത്. എനിക്ക് ശരിക്കും ഞെട്ടലായിപ്പോയി. കാരണം നമ്മളൊരു വലിയൊരു പ്രൈം മിനിസ്റ്റർക്കപ്പുറം ഇതൊന്നും നമുക്കറിയാവുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അറിയാൻ കഴിയും. 16ാമത്തെ വയസ്സിൽ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ശാന്തി നികേതൻ എന്ന് പറഞ്ഞ ടാഗോർ സ്ഥാപിച്ചൊരു സ്കൂളുണ്ട്. അവിടെ കുറച്ച് കാലത്തേക്കും ഇന്ദിരാഗാന്ധി പഠിക്കാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ലേറ്റർ അമ്മയായിട്ടുള്ള കമല നെഹ്റുവിന് വയ്യാതാവുന്ന സമയത്താണ് അവർ അവിടെ നിന്ന് മൂവ് ആവുന്നത്. ഫ്രീഡം ഫൈറ്റർ ആയിരുന്ന കമല നെഹ്റു തന്നെ സ്വന്തമായിട്ട് തുന്നി ചേർത്ത ഒരു ടേബിൾ ക്ലോത്ത് ആണ് ഈ കാണുന്നത്. അത് കമല നെഹ്റു ഗാന്ധിജിക്ക് കൊടുക്കുകയും അത് പല കൈകളിൽ നിന്ന് ലാസ്റ്റ് രാജീവ് ഗാന്ധിയുടെ കൈകളിൽ എത്തിച്ചേരുന്നതുമാണ് അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നത്. കമല നെഹ്റുവിന്റെ കാര്യം പറയുന്നത് കൊണ്ടാവും 1-2 യങ് ആയിട്ടുള്ള കമല നെഹ്റുവിന്റെ ഫോട്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യങ് പ്രിയദർശിനിയുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡിലെ സാന്റോറിയം സ്റ്റാഫുമായിട്ടുള്ള ഒരു ഫോട്ടോ അവരയച്ചാണെന്ന് തോന്നുന്നു, ഒരു ലെറ്റർ. കുഞ്ഞായിരിക്കുമ്പോൾ ഫോട്ടോസ്, ദെൻ ടീനേജ് 20s ഒക്കെ ഉള്ള ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നത്. എന്തോരം ഒറിജിനൽ ഫോട്ടോസ് ആണ് ഈ ഒരു മ്യൂസിയത്തിന്റെ ഇൻസൈഡിൽ നിന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. ഞാൻ ഇത്രയൊക്കെ ഫോട്ടോഗ്രാഫ്സ് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പൊടി കുഞ്ഞു തൊട്ടുള്ള ഫോട്ടോ. നമ്മുടെയൊക്കെ എത്ര ഫോട്ടോസ് ഉണ്ടാവും. പിന്നെ ഞാൻ ആലോചിച്ചു, നമ്മളല്ലല്ലോ ഇന്ദിരാഗാന്ധി. പിന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള അവരുടെ കോട്ട്, ദ വേൾഡ് വാസ് മൈ യൂണിവേഴ്സിറ്റി ആണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ലെറ്റർ ആണ് ഈ കാണുന്നത്. പിന്നെ യങ്ങറായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ വേറെ ഫോട്ടോ. അസസിനേഷൻ ഓഫ് ഗാന്ധി, ഫ്രീഡം കിട്ടിയ സമയത്തുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻ, ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻസ് എല്ലായിടും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മൗണ്ട് ബാറ്റൻ ലീവ് ചെയ്യുന്ന ഫോട്ടോ. പിന്നെ അസാസിനേഷൻ ഓഫ് ഗാന്ധിജിയുടെ കുറെ അധികം ഫോട്ടോഗ്രാഫ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മരിച്ച വിവരം അറിഞ്ഞിട്ട് ആൾക്കാരെല്ലാം തടിച്ചു കൂടിയിരിക്കുന്നത്, ഗാന്ധിയുടെ മൃതദേഹം കടത്തിയേക്കുന്നതും കാണാം. ഈ കാണുന്ന ബോക്സ് ഫിറോസ് ഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് സ്വന്തമായിട്ട് കാർവ് ചെയ്ത് കൊടുത്തതാണ്. ഇത് അവരുടെ ഡയറിയാണ് പ്രസന്റ് ഡേയ്സിൽ. രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ജനിക്കുമ്പോൾ ഉള്ള വെറും പൊടിക്കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ള കുറെ ഫോട്ടോസ്. എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ച മറ്റൊരു കാര്യം ഈ ഒരു സാരിയാണ്. ഇന്ദിരാഗാന്ധി കല്യാണ സമയത്ത് ഉപയോഗിച്ച ഈ ഒരു സാരിയുടെ നൂല് നെയ്തത് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അദ്ദേഹം പ്രസന്റിൽ കടന്ന സമയത്താണ് കേട്ടോ ഈ ഒരു നൂല് നെയ്തത്. അത് വെച്ചിട്ടാണ് ഈ ഒരു സാരി മാരേജിന്റെ സമയത്ത് അവർ ഉപയോഗിച്ചത്. ആ സാരിയിൽ ഫിറോസ് ഗാന്ധിയുമായിട്ടുള്ള വിവാഹ ഫോട്ടോസ് ആണ് ഈ കാണുന്നത്. അന്നത്തെ കാലത്ത് എംബ്രോയിഡറി സാരീസ് ആയിരുന്നു വൈഡ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഫംഗ്ഷൻസിനൊക്കെ. പക്ഷെ അവരുടെ പാട്രിയോട്ടിസത്തെ കാണിക്കാനും ഗാന്ധിയുടെ സ്വദേശം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിനെ ഉയർത്താൻ വേണ്ടിയിട്ടും അവർ ഉപയോഗിച്ചത് ഖാദി സാരി ആയിരുന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നും വേണമെന്നുണ്ടെങ്കിലും എത്ര വില കൂടിയ സാരി വാങ്ങിക്കായിരുന്നെങ്കിലും അത് ചൂസ് ചെയ്തെങ്കിൽ ഭയങ്കര അതിശയമായിട്ട് തോന്നി. ഇത് കുറച്ച് ഗിഫ്റ്റ് ആണ്. ഇന്ത്യ പാകിസ്ഥാൻ 1 ഡേ ഇന്റർനാഷണൽ മാച്ചിൽ പ്രൈം മിനിസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് കൊടുത്ത ഒരു പ്രസന്റ് ആണ്. ഇത് അന്റാർട്ടിക്കയിൽ നിന്നുള്ള ഒരു റോക്ക് സ്പെസിമെൻ. ഇറ്റലി ഗവൺമെന്റ് കൊടുത്തേക്കുന്ന ഇസബെല്ല ഡി എസ്റ്റേറ്റ് അവാർഡാണ്. ഡിപ്ലോമസിയിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ഒക്കെ പരിഗണിച്ചിട്ട് ഈ കാണുന്ന 4 കേസും അതുപോലെ ഓണറായിട്ട് കൊടുത്തേക്കുന്നതാണ്. വാഷിംഗ്ടൺ DC, ലോസ് ഏഞ്ചൽസ് തുടങ്ങിയ വേൾഡ് ഫേമസ് സിറ്റീസിൽ നിന്ന് മേയേഴ്സ് ഒക്കെ കൊടുത്തേക്കുന്നതാണ്. ഇവിടെ ഉണ്ട് 6 എണ്ണം. യുനെസ്കോ, ഒളിമ്പിക് തുടങ്ങി കുറെ എണ്ണം. ഇത് ഗോൾഡൻ ആർക്ക് നെതർലൻഡ് ഗവൺമെന്റ് ഗ്ലോബൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ഗോൾഡൻ കളറിൽ കാണുന്നത് പോപ്പുലേഷൻ കൺട്രോളിന്റെ കോൺട്രിബ്യൂഷന് അവർക്ക് ന്യൂയോർക്ക് ഗവൺമെന്റ് കൊടുത്തതും, താഴെ കാണുന്നത് യുണൈറ്റഡ് നേഷൻ കൊടുത്തതുമാണ്. താഴെ കാണുന്നത്
അത് സോവിയറ്റ് യൂണിയൻ കൊടുത്തതാണ്, അതായത് നമ്മളുടെ ഇന്നത്തെ റഷ്യ. മുകളിലത്തെ ആ ഒരു ഫോട്ടോയും ഈ ഒരു അവാർഡും ജപ്പാനിലെ ടോക്കിയോയിലെ വസേഡ യൂണിവേഴ്സിറ്റി കൊടുത്തതാണ്. ഈ അവാർഡ്സിന്റെ ഒക്കെ ഫോട്ടോസും ഇൻഫർമേഷൻസ് ഒന്നും അധികം നെറ്റിൽ അവൈലബിൾ അല്ല, നമ്മൾ ഇവിടെ വന്ന് തന്നെ നേരിട്ട് കാണാം. ജർമ്മനിയിലെ മേജർ സിറ്റിയാണ് ഫ്രാങ്ക്ഫർട്ട്. അവിടെ നിന്ന് കൊടുത്തിട്ടുള്ള ഒരു ഒറിജിനൽ സീലാണിത്. താഴത്തെ റഷ്യയിലെ മോസ്കോ യൂണിവേഴ്സിറ്റി, അടുത്തത് യുകെയിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, അതിന്റെ ഒരു ഫോട്ടോയും കാണാം. നെക്സ്റ്റ് സോർബോൺ യൂണിവേഴ്സിറ്റി ഫ്രാൻസ് കൊടുത്തയും ഡോക്ടർ ഓഫ് ലോ അവാർഡ്സ് ആണ്. കൊല്ലപ്പെട്ട സമയത്ത് ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന സാരിയാണ്. അവരുടെ രക്തക്കറ വരെ നമുക്ക് അതിനകത്ത് കാണാം. ബാഗും ചെരുപ്പും വെച്ചിട്ടുണ്ട്. കത്തിച്ചതിന് ശേഷം അവരുടെ ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചിരുന്ന കുടത്തിന്റെ ഫോട്ടോഗ്രാഫ്. ഇന്ദിരാഗാന്ധി റിലേറ്റഡ് ആയിട്ട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറിലെല്ലാം വന്നിട്ടുള്ള കട്ടിങ്സ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നമ്മളുടെ മലയാളത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ മാതൃഭൂമിയുടെയും ഒക്കെ ഇവിടെ ഒരുപാട് വെച്ചിട്ടുണ്ട്. ഇത് കാണാം. ഇന്ദിരാഗാന്ധി അസാസിനേഷൻ സമയത്ത് മേജർ ഡിസിഷൻസ്, അതുകൊണ്ട് സമ്മേളനങ്ങൾ എല്ലാം ഉണ്ട്. ഇൻ പൊളിറ്റിക്സ്, ഇൻ വേൾഡ് പൊളിറ്റിക്സിനൊക്കെ ഒരുപാട് സംഭാവന ചെയ്തതിന് ഒരുപാട് ഓണേഴ്സും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു എമർജൻസി. അടിയന്തരാവസ്ഥയും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും ഒക്കെ ഒരുപാട് ക്രിറ്റിസിസം ഏറ്റുവാങ്ങിയ കാര്യങ്ങളാണ്. അടിയന്തരാവസ്ഥയും ബ്ലൂ സ്റ്റാറിനെയൊക്കെ പ്രതികൂലിക്കുന്നവരും അനുകൂലിക്കുന്നവരും ഉണ്ടെന്നുള്ളതാണ് സത്യം. എന്തായാലും പ്രഖ്യാപിച്ച ബ്ലൂ സ്റ്റാർ കാരണം അവരുടെ ഒരു അസാസിനേഷൻ വരെ നടന്നു. ആ ഒരു മരണവും നടന്നത് ഈ ഒരു വീട്ടിൽ തന്നെയാണ്. സിഖുകാരായിട്ടുള്ള 2 ഗൺമാന്മാരാണ് അവരെ ഷൂട്ട് ചെയ്തത്. അതിനകത്ത് ഒരാൾ 10 വർഷമായിട്ട് ഇന്ദിരാഗാന്ധിജിയുടെ ഗൺമാനായിരുന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒക്കെ ചെയ്തുകൊണ്ട് സിഖുകാരിൽ നിന്ന് ഇങ്ങനെ ഒരു ത്രെറ്റൻ ഉണ്ടാവുമെന്ന് ഇവർക്ക് നേരത്തെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഗൺമാനെ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അത് പൂർണ്ണമായിട്ട് അവഗണിച്ച് അവർ തന്നെ വെക്കുകയായിരുന്നു. അത് മാത്രമല്ല ബുള്ളറ്റ് പ്രൂഫ് ഡെയിലി ധരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബുള്ളറ്റ് പ്രൂഫ് ഒന്നും ധരിച്ചിരുന്നില്ല. ഒരു പ്രൈം മിനിസ്റ്റർക്ക് അപ്പുറം ഒരുപാട് ബ്രോഡർ സ്കിൽ സെറ്റ് ഉള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അവരെന്ന് നമുക്ക് ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം നോ എൻട്രി ഫീ. നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പം ഒരു എൻട്രി ഫീ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇത്രയും വലിയൊരു കാര്യം നമ്മൾ കാണാൻ വന്നിട്ട് ഒരു എൻട്രി ഫീ ഇല്ല. ഇന്ദിരാഗാന്ധി മെമ്മോറിയലും ഗാന്ധിജിയുടെ മെമ്മോറിയലും മസ്റ്റായിട്ടും കാണണം. അത് മിസ്സാക്കരുത്. മിക്കവാറും ആൾക്കാർ കാണത്തില്ല. പക്ഷെ ഇവിടെ കിട്ടുന്ന ഒരു ഫീലിംഗ് അത് വന്ന് തന്നെ അറിയണം. ഈ താഴെ കാണുന്നത് ബംഗ്ലാദേശ് ഫ്രീഡം ഓണർ അവാർഡും ഈ മുകളിൽ കാണുന്നതാണ് ഭാരത് രത്ന. 1971 ഇൻഡോ പാക് വാറിന്റെ ലീഡർഷിപ്പിനെ കണക്കാക്കിയാണ് മെയിനായിട്ടും കൊടുത്തത്. അത് കാരണമാണ് പിന്നീട് ബംഗ്ലാദേശിന്റെ ഫോർമേഷൻ ഒക്കെ കാരണമായത്. അത് മാത്രമല്ല ബാങ്ക് നാഷണലൈസേഷൻ, ഗ്രീൻ റവല്യൂഷൻ, അങ്ങനെ വേറെ എന്തൊക്കെയോ ഉണ്ട്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വി ഗിരി ആയിരുന്നു അത് കൊടുത്തത്. ഈ കാണുന്നതാണ് പ്രൈം മിനിസ്റ്ററായിട്ട് ചാർജ് ചെയ്തേക്കുന്നതിന്റെ സൈന്. ഒറിജിനൽ സൈൻ ആണ് ഇന്ദിരാഗാന്ധിയുടെ ആ ടോപ്പിൽ കാണുന്നത്. അന്നത്തെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെയും സൈൻസ് താഴോട്ട് കാണാം. ടോട്ടലി 3 പ്രാവശ്യമാണ് പ്രൈം മിനിസ്റ്ററായിട്ട് സെർവ് ചെയ്തിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം പ്രൈം മിനിസ്റ്ററായിട്ട് ഇരുന്നിട്ടുള്ളതും ഇന്ദിരാഗാന്ധിജി തന്നെയാണ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇന്ദിരാജിക്ക് കിട്ടിയിട്ടുള്ള കുറേയധികം ഓണേഴ്സ് നമ്മൾ കണ്ടല്ലോ. ഇനി കാണാൻ പോകുന്നത് കുറേയധികം പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ്. ഫസ്റ്റ് ആണ് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ലീഡറായിരുന്ന യാസർ അറാഫത്ത് കൊടുത്ത ഒരു ഗിഫ്റ്റ്. തന്റെ എൽഡർ സിസ്റ്റർ ആണ് ഇന്ദിരാജി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. അവരുടെ പേഴ്സണൽ ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പും അത്രമേൽ ഫേമസും ആയിരുന്നു. വിയറ്റ്നാം ഫോറിൻ ഡിഗ്നിറ്ററീസിനൊക്കെ കൊടുക്കുന്ന വിയറ്റ്നാമീസ് ലാക്കേഴ്സ് ഉണ്ട്. ഹോച്ചിമിന്നിനെ പോർട്രേറ്റ് ചെയ്ത ഒരു ലാക്കർ പ്ലേറ്റ്. വിയറ്റ്നാമുമായിട്ട് ഫസ്റ്റ് തന്നെ ഡിപ്ലോമാറ്റിക് റിലേഷൻ കൊണ്ടുവന്ന വൺ ഓഫ് ദ കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. ചൈന ഗവൺമെന്റിന്റെ ഈ ഗിഫ്റ്റിൽ ജെം സ്റ്റോണും സിൽവറും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. നെഫ്രൈറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക മെറ്റീരിയലും ഉണ്ട്. സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ചൈനക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രഷ്യസ് മെറ്റീരിയൽ ആണ് നെഫ്രൈറ്റ്. പിന്നെ നേപ്പാളിലെ കിങ് ആയിരുന്ന ബിരേന്ദ്ര കൊടുത്തൊരു കാസ്കറ്റ് ആണ്. ഇത് ഫുള്ള് അലങ്കരിച്ചിരിക്കുന്നത് പവിഴവും സ്റ്റോൺസും ഒക്കെ വെച്ചിട്ടാണ്. സ്ട്രെങ്ത്, പ്രൊട്ടക്ഷൻ, ഫ്രീഡം, പീസ് ഒക്കെ സിംബിളൈസ് ചെയ്ത് അതായത് രാജ്യങ്ങളുടെ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഓരോ ഗിഫ്റ്റുകളും കൊടുത്തിട്ടുള്ളത്. ന്യൂസ് പേപ്പർ കട്ടിങ് ഇന്ദിരാജിയുടെ കളക്ഷൻ ഒന്നും അല്ല. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ന്യൂസ്, ഫോട്ടോഗ്രാഫ്സ് എല്ലാം കൊണ്ടുവന്നിട്ട് ഒരു മ്യൂസിയം ആയതിനാൽ അവർ സൂക്ഷിച്ചു വെച്ചേക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഗൾഫ് കൺട്രീസ് ആയിട്ടുള്ള കുവൈറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റ്. അടുത്ത കാണുന്നത് ഖത്തർ കൊടുത്തേക്കുന്നതാണ് സോഡും ഒക്കെ. പിന്നെ അത് UAE കൊടുത്തേക്കുന്നതാണ് അങ്ങ് അറ്റത്തിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം അങ്ങ് ഇന്ത്യയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ശ്രീലങ്ക കൊടുത്തത്, മെക്സിക്കോ കൊടുത്തത്, അർജന്റീന കൊടുത്ത ഗിഫ്റ്റുകൾ ഒക്കെയാണ്. പിന്നെ അങ്ങ് എൻഡിൽ വരുന്നത് ആ ബ്ലൂ കളറിലെ അല്ല, അങ്ങ് ഏറ്റവും എൻഡിൽ വരുന്നത് ഭൂട്ടാൻ കൊടുത്ത ഗിഫ്റ്റുകളാണ്. ഈ എഴുതി വെച്ചേക്കുന്നതല്ലാതെ അതാത് ഗിഫ്റ്റുകളിൽ ഈ ഒരു ക്രിസ്റ്റൽ ബൗളിലും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ ഗിഫ്റ്റുകളിലും കണ്ടോ എൻകാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തിന് കൊടുത്തതാണ് എന്നുള്ളതും എല്ലാം. മുമ്പത്തെ 2 ഗിഫ്റ്റ് UKയും USSRും ഇത് USA കൊടുത്തതുമാണ്. കണ്ടോ നോക്കിയാൽ കാണാൻ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്റ്റഡി റൂം. ഇത് നമ്മൾ വരുമ്പോൾ തന്നെ നോക്കി നല്ല രീതിയിൽ കണ്ടോണം. കാരണം അപ്പുറത്തൂടെ ഒന്നും വരുമ്പോൾ പിന്നെ ഇത് കാണാനായിട്ട് സാധിക്കത്തില്ല. ഒരുപാട് ബുക്സ് ഈ കാണുന്ന മാത്രമല്ല അപ്പുറത്തെ റൂംസിലും എല്ലാം ഉണ്ട്. നല്ല കളർഫുള്ളായിട്ടാണ് റൂംസ് എല്ലാം ഇരിക്കുന്നത്. അവർ ജീവിച്ചിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് റൂംസ് നിലനിർത്തിയിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ അടുത്ത് കിടക്കാൻ പോകുന്നത് രാജീവ് ഗാന്ധിയുടെ റൂമിലോട്ടാണ്. ഇവിടെയാണ് രാജീവ് ഗാന്ധി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി നെഹ്റു മരിച്ചതിന് ശേഷം രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എല്ലാവരുമായിട്ട് താമസിച്ചിരുന്നത് ഇവിടെയാണ്. അദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന ടൂൾ ബോക്സസ് ആണ്. രാജീവ് ഗാന്ധി ഒരു PM ആയിട്ടായിരിക്കും നമ്മൾ അറിയുന്നത്. അതിലപ്പുറം അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ലൈഫ് എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഈ കാണുന്ന കുട്ടികളുടെ ഫോട്ടോസ് എല്ലാം അദ്ദേഹം എടുത്തതാണ്. നമ്മൾ ഫോട്ടോഗ്രാഫർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കരുതുന്ന ഒരു ലെവലൊന്നും അല്ല. അദ്ദേഹത്തിന്റെ ഫോട്ടോസ് ഇവിടെ വന്ന് കാണുമ്പോൾ ഈ കാണുന്ന രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ അങ്ങ് തൊപ്പി വെച്ചേക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. അതെല്ലാം അദ്ദേഹത്തിന്റെ ക്ലിക്സ് ആണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോ ബൈ രാജീവ് ഗാന്ധി എന്ന് അതിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ 2 മക്കള് രാജീവ് ഗാന്ധി ആൻഡ് സഞ്ജയ് ഗാന്ധി. ഇതിൽ സഞ്ജയ് ഗാന്ധി 1980 ഒരു പ്ലെയിൻ ക്രാഷിൽ ഡെത്ത് ആയ കാര്യം അറിയാമല്ലോ. ഇതിന്റെ ഒരു ഫ്യൂണറൽ സമയത്തുള്ള ഫോട്ടോസ് ആണ് ഇതൊക്കെ. ഈ റൂംസ് എല്ലാം നമ്മൾ കവർ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്ന ഒരുപാട് സ്കിൽസ് ഉള്ള ഒരു മൾട്ടി ഡയമെൻഷണൽ പേഴ്സണാലിറ്റി ആയിരുന്നു അദ്ദേഹം എന്നാണ്. ഇത്
സോണിയാഗാന്ധി ആൻഡ് രാജീവ് ഗാന്ധിയുടെ ഒരു ഫോട്ടോ. ഇന്ത്യയുടെ യങ് പ്രൈം മിനിസ്റ്റർക്കപ്പുറം സോഫ്റ്റ് സ്പോക്കണായ കാമായ മോഡേൺ ഇന്ത്യക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്ത രാജീവ് ഗാന്ധി IT സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഇന്നത്തെ കാണുന്ന നിലയിലേക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന ടെക്നോളജി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു PM. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിക്കൊണ്ടുവന്ന ഒരുപാട് പീസ് മേക്കിംഗ് മിഷൻസ് നടത്തിയ PM. ജനന സമയം തൊട്ട് മരണ സമയം വരെയുള്ള ഒരുപാട് ഫോട്ടോഗ്രാഫ് അദ്ദേഹത്തിന്റെ ഇവിടെ കാണാം. ഈ കാണുന്നൊക്കെ ജവഹർലാൽ നെഹ്റുവിന്റെ റൈറ്റിംഗ്സ് ആണ്. രാജീവ് ഗാന്ധി ചെറുതായിരിക്കുമ്പോൾ വരച്ച കുറേയധികം ചിത്രങ്ങളും ഇവിടെ കാണാം. കുഞ്ഞായിരിക്കുന്ന രാജീവ് ഗാന്ധിയുടെ ഫോട്ടോ ആണത്. ഫാദർ ഫിറോസ് ഗാന്ധി, മദർ ഇന്ദിരാഗാന്ധിയും എടുത്തേക്കുന്ന ചിത്രങ്ങൾ അപ്പുറം ഇപ്പുറവും കാണാം. അത് ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് കാരണം നമുക്ക് ക്ലിക്ക് ചെയ്ത് തീരത്തില്ല. എന്നിട്ട് പോലും ഞാൻ ഒരു മണിക്കൂറിന് എബോവ് അവിടെ സ്പെൻഡ് ചെയ്തു. ഇത് ജസ്റ്റ് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം അല്ല. എനിക്ക് പൊതുവേ നല്ല രീതിയിൽ പഠിച്ചു എല്ലാം മനസ്സിലാക്കി തന്നെ പോകുന്നതാണ് ഇഷ്ടം. നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് നമുക്ക് തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻ, നെഗറ്റീവ്സ് എല്ലാം നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് അയച്ചിട്ടുള്ള ലെറ്റർ ആണ് സെന്ററിൽ കാണുന്നത്. ഇന്ദിരാഗാന്ധിയും ഫിറോസ് ഗാന്ധിയും തിരിച്ചയച്ചുള്ള ലെറ്ററുകളും കാണാം. പിന്നെ രാജീവ് ഗാന്ധി ആസ് എ പൈലറ്റ് എല്ലാവർക്കും അറിയായിരിക്കും. 1968 തൊട്ട് 81 വരെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. പൊളിറ്റിക്സിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ഇന്ത്യൻ എയർലൈൻസിന്റെ ഒരു ട്രെയിൻഡ് പൈലറ്റ് ആയിരുന്നു. പൈലറ്റിന്റെ ലൈസൻസ്, ക്യാപ്പ്, വിങ്സ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഇത് കമ്പ്യൂട്ടർ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്, അദ്ദേഹത്തിന്റെ ഔട്ട്ഫിറ്റ്. പിന്നെ ദന്തി മാർച്ചിന്റെ 58ാം ആനിവേഴ്സറിക്ക് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു സാഷാണ് ഈ കാണുന്നത്. പിന്നെ മറ്റ് രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കാൻ പോകുന്ന സമയത്ത് ആൾക്കാർ കൊടുത്തിരുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അസാസിനേഷൻ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ്, ഇന്ദിരാജിക്ക് കിട്ടിയ കൂട്ടുകാരനെ കുറേയധികം ഓണേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഭാരത് രത്ന എല്ലാം ഉണ്ട്. ഡൽഹി മറ്റ് സ്ഥലങ്ങളിൽ പോയപ്പോൾ മലയാളി കണ്ടെങ്കിലും ഇവിടെ നോർത്ത് ഇന്ത്യക്കാരും തമിഴരും മാത്രമേ ഉള്ളൂ. ഇവിടെ മിക്കവരും വിസിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഭാരത് രത്നയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും നോൺ അലൈൻഡ് മൂവ്മെന്റ്. അതിന് യൂഗോസ്ലാവിയ കൊടുത്തിട്ടുള്ള ഒരു ഓണറാണിത്. ഇത് നെതർലാൻഡിന്റെ ഗോൾഡൻ ആർക്ക്. ഇത് ഇന്ദിരാഗാന്ധി പുരസ്കാരം രാജീവ് ഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എ റഹ്മാനും ഒക്കെ കിട്ടിയിട്ടുള്ള അവാർഡാണ്. അദ്ദേഹം ട്രാവൽ ചെയ്തിരുന്ന സമയത്തും അല്ലാതൊക്കെ യൂസ് ചെയ്തിരുന്ന കുറച്ച് ഡഫൽ ബാഗ്സുകൾ, പിന്നെ ഫോട്ടോസ്, പിന്നെ പെന്ന്, പേപ്പറുകൾ, പിന്നെ സൺ ഗ്ലാസസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ടീനേജ് പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഒക്കെ ഈ ഫോട്ടോയിൽ കാണാം. ഈ കാണുന്നതാണ് രാജീവ് ഗാന്ധി അസാസിനേഷൻ ആയ സമയത്ത് ധരിച്ചിരുന്ന ഡ്രസ്സ്, ഷൂ, കാര്യങ്ങള്. ചെന്നൈയിലെ ശ്രീപെരുമ്പടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹവും 14 ആൾക്കാരും ഏകദേശം മരിച്ചത്. അതിന്റെ ബിഹേവിയറിലുണ്ടായിരുന്ന LTTE ഇന്ത്യ ബാൻ ചെയ്തും വേലുപ്പിള്ള പ്രഭാകരനെ ലേറ്റർ കൊന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. രാജീവ് ഗാന്ധിയുടെ സെക്ഷനിൽ നിന്ന് നമുക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എഗെയിൻ ഈ വീടിന്റെ പല റൂമുകൾ കാണാവുന്നതാണ്. ഇതാണ് പൂജാമുറി. ഇത് വെറും ഒരു പൂജാമുറി അല്ല കേട്ടോ. സിഖിസം, ബുദ്ധിസം, ജൈനിസം, ഇസ്ലാം, ക്രിസ്ത്യൻ, സൊറോസ്ട്രിയൻ, ഹിന്ദുസ് തുടങ്ങി ഒരുപാട് സിമ്പിൾസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതുകൂടാതെ ഒരു സെയിന്റിന്റെയും അന്തമയി മായുടെയും സ്വന്തം അമ്മയായിരുന്ന കമല നെഹ്റുവിന്റെയും ഫോട്ടോകൾ കാണാം. ജപമാലകളും കീർത്തനങ്ങൾ കേട്ടിരുന്ന ഇൻസ്ട്രുമെന്റും കാണാം. ഈ ഒരു വീട് ഇന്ദിരാഗാന്ധി ജീവിച്ച ഒരു വീട് എന്നുള്ള നിലയിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻസ് ആയ ഇൻഡോ പാക് വാർ, അടിയന്തരാവസ്ഥ, അതുപോലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തുടങ്ങിയ മേജർ ഡിസിഷൻസ് എല്ലാം പുറപ്പെടുവിച്ച ഈ ഒരു വീട്ടിൽ നിന്നാണ്. ഈ കാണുന്നത് ലിവിംഗ് റൂം ആണ് കേട്ടോ. ഒറ്റ നില ഒരു വീടാണെന്നുണ്ടെങ്കിലും ഭയങ്കര വിശാലമായിട്ട് തന്നെ നല്ല ഭംഗിയിൽ എല്ലാം ഡെക്കർ ചെയ്ത് അതേപോലെ തന്നെ ഒരു ജീവിച്ചിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഇതെല്ലാം ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ നിലനിർത്തിയേക്കുകയാണ്. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധി മക്കളൊക്കെ താമസിച്ചിരുന്ന ഒരു വീട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, വേൾഡ് ഫേമസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ്, പ്രസിഡന്റ്സ് ഒക്കെ ഒരുപാട് വന്നിട്ടുള്ള ഒരു വീടിനകത്തൂടെയാണ് നമ്മൾ നടക്കുന്നത്. അവരും വലിയ വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സും ഒക്കെ ആയിട്ടിരുന്ന് ഫുഡ് കഴിച്ചിരുന്ന ആ ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ സ്റ്റഡി റൂമും എല്ലാം കണ്ട് നമ്മൾ വരുമ്പോൾ 1 ടൈം മാത്രമേ ഇത് കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് കണ്ടു തന്നെ വരണം. വീട് ഫുള്ള് വൈറ്റ് തീം ആണ് വരുന്നത്. ഒരു ബോഹോ ഇന്ത്യൻ സ്റ്റൈലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇൻസൈഡ് ദ ഹൗസ് കഴിഞ്ഞു. ഇനിയാണ് ഏറ്റവും മേജറായിട്ടുള്ള സ്പോട്ട് വരുന്നത്. നമ്മളൊരു ബാക്ക് യാർഡ് അല്ലെങ്കിൽ വീടിന്റെ മൈതാനം എന്ന് പറഞ്ഞിട്ട് വളരെ നിസ്സാരമായിട്ട് നടന്നു പോകേണ്ട ഒരു സ്ഥലമല്ല ഇത്. ഇവിടെയാണ് ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷൻ നടന്ന സ്ഥലം. ഇവിടെ ഒരു ബോർഡ് കാണാം. അതിനകത്ത് അവരെ കൊല്ലപ്പെട്ട വർഷവും അവസാനമായിട്ട് നടന്ന ആ ഒരു പാതയെ റിവർ ഇൻ ഫ്ലോ എന്ന് വിശേഷിപ്പിച്ചേക്കുന്നതായിട്ടും കാണാം. അവരുടെ ഡെത്ത് പോലും രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാക്രിഫൈസ് ആയിരുന്നു. അതുകൊണ്ടാണ് ബ്ലഡ് ആസ് റിവർ ഇൻ ഫ്ലോ എന്നുള്ള ഓർമ്മപ്പെടുത്തുന്ന രീതി ആ പേര് വന്നേക്കുന്നത്. ഭുവനേശ്വറിലായിരുന്നു കേട്ടോ അവരുടെ ലാസ്റ്റ് സ്പീച്ച് നടന്നത്. അന്ന് അവർ പറഞ്ഞത്, ഞാൻ ഇന്ന് ജീവനോടെ കാണാം, നാളെ ചിലപ്പോൾ ഞാൻ ഉണ്ടാവണം എന്നില്ല, ഞാൻ ജീവിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് ഞാൻ കെയർ ചെയ്യുന്നില്ല, പക്ഷേ എൻ്റെ ഓരോ രക്തത്തുള്ളികളും എൻ്റെ രാജ്യത്തെ സ്ട്രെങ്തൻ ചെയ്യുമെന്നാണ്. ഈ പ്രസംഗം ഒക്ടോബർ 30 വെരി നെക്സ്റ്റ് ഡേ ഒക്ടോബർ 31 അവർ കൊല്ലപ്പെടുന്നത്. അതുകൊണ്ടാണ് അവരുടെ മരണം അവർക്കറിയായിരുന്നു എന്ന് പറയപ്പെടുന്നത്. ഇത് ആ കാണുന്ന ക്ലിയർ ഗ്ലാസ്സിലാണ് കേട്ടോ അവർ മരണപ്പെട്ട് കിടന്നത്. അവർ മരണപ്പെട്ടതിന് ശേഷം കണ്ടെടുത്ത ഒരു റൈറ്റിംഗ് ആണ് ആ ഗ്ലാസ്സിൽ എഴുതിയേക്കുന്നത്. ഈ ഒരു വീഡിയോ പോസ് ചെയ്തോ അല്ലെങ്കിൽ ഗൂഗിൾ പോയോ നിങ്ങൾ മസ്റ്റായിട്ട് അത് വായിക്കുക. അതിനകത്ത് ഒരു വേർഡ് ഉണ്ട്, ഫോർ മൈ പീപ്പിൾ മൈ കൺട്രി എന്ന്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ദിരാഗാന്ധിയോടുള്ള ആദരവ സൂചകമായിട്ട് ചെക്കോസ്ലാവാക്യ കൊടുത്തൊരു വാക്ക് വേ ആണ് കേട്ടോ അത്. 33 മീറ്റർ നീളവും 2 മീറ്റർ വൈഡും ആയിട്ടുള്ള ഈ ഒരു ക്രിസ്റ്റൽ വാക്ക് വേ 5600 കിലോഗ്രാം ലെഡ് ക്രിസ്റ്റൽ വെച്ചിട്ട് SS മുകളിലാണ് ചെയ്തേക്കുന്നത്. അവരുടെ ഒരു മേജർ പ്രൊജക്ട് ആയിരുന്നു പ്രൊജക്ട് ടൈഗർ. ഒരു അമ്മ ടൈഗറും അതിന്റെ കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് ഇന്ദിരാഗാന്ധി മക്കൾക്ക് എഴുതിയ ഒരു ബ്യൂട്ടിഫുൾ ലെറ്റർ ആണ് ആ ബോർഡിൽ വെച്ചിരുന്നത്. ഒന്നും പറഞ്ഞു തീരാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അവിടെ വന്ന് വായിക്കുക, അല്ലെങ്കിൽ ഗൂഗിളിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഗേറ്റിന് വെളിയിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു സൊവനിയർ ഷോപ്പ് ഉണ്ട്. ഇവിടെ കുറേ അധികം പ്രോഡക്ട്സ് സെല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ അടിപൊളി ഒരു കറേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഈ ഒരു സൊവനിയർ ഷോപ്പിൽ മെയിനായിട്ട് സെല് ചെയ്യുന്നത് ടീഷർട്ടുകൾ, പെന്ന്, ക്യാപ്പ്, ബുക്സ്, അങ്ങനെ കുറെ കാര്യങ്ങളാണ്. ഇന്ദിരാഗാന്ധിയുടെ രാജീവ്
ഗാന്ധിയുടെയൊക്കെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ള ടീഷർട്ടുകൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രിന്റ് വരുന്നത്, ഇതെല്ലാം വളരെ തുച്ഛമായിട്ടുള്ള വിലയെ വരുന്നുള്ളൂ കേട്ടോ. ടീഷർട്ട് മാത്രമായിരുന്നു ഒരു 300 റേഞ്ച് വരുന്നത്. ബാക്കിയെല്ലാം 20 രൂപ, 50 രൂപ, ഒരു 100 രൂപ റേഞ്ച് ഒക്കെ തന്നെ വരുന്നുള്ളൂ. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം, ഞാൻ പല സ്ഥലങ്ങളിലും ന്യൂഡൽഹി പോയെങ്കിലും അവിടെയൊക്കെ മലയാളികളെ കണ്ടു. പക്ഷേ ഗാന്ധിജിയുടെ മെമ്മോറിയലും ഇന്ദിരാ മെമ്മോറിയലും ഒന്നും മലയാളികളെ അധികം കണ്ടില്ല. ഇവ വരുന്നുണ്ടാവും, പക്ഷേ കമ്പയർ ടു അതർ പ്ലേസസ് ഭയങ്കര കുറവാണ്. ഈവൻ ഡൽഹി ട്രാവൽ ചെയ്യുന്ന മലയാളീസിന്റെ വീഡിയോസിലും ഞാൻ അധികമായിട്ട് ഈ 2 സ്ഥലങ്ങൾ വരുന്നതായിട്ട് കണ്ടില്ല. ഡൽഹിയിൽ ഞാൻ വന്നിട്ട് ഏറ്റവും അധികം ഗൂസ് ബംസ് എന്ന 2 സ്ഥലങ്ങളായിരുന്നു ഗാന്ധിജിയുടെ മെമ്മോറിയലും ഇതും. എനിക്ക് വേണമെന്ന് ഒന്നും അവിടെ കണ്ടില്ല. ലാസ്റ്റ് ഞാൻ ഈ 2 മാഗ്നറ്റും വാങ്ങിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ശേഷം നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ത്രൂട്ട് നമ്മുടെ ജേർണി ഒരു മലയാളി ഡ്രൈവറിന്റെ കൂടായിരുന്നു. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സോളോ ആയിട്ട് പോകുന്ന പോലെ അല്ലല്ലോ, നമ്മുടെ 2 ഫാമിലി ആയിട്ട് പോകുമ്പോൾ ബഡ്ജറ്റ് ട്രാവൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് പോകുന്നത് തന്നെ ആയിരിക്കും നമുക്ക് സേഫ് ആയിട്ട് പോകാനും നല്ലത്. സഫ്ദർജംഗ് റോഡിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡെസ്റ്റിനേഷൻ പാർലമെന്റ് ആയിരുന്നു. ഈ കാണുന്നതല്ലേ പാർലമെന്റ്, ഇതാണ് രാഷ്ട്രപതി ഭവൻ, രാഷ്ട്രപതി താമസിക്കുന്ന സ്ഥലം. ആ റൗണ്ട് കാണുന്നതാണ് ഓൾഡ് പാർലമെന്റ്, അതിന്റെ ഫ്രണ്ടിലായിട്ടുള്ളതാണ് ന്യൂ പാർലമെന്റ്. കുറച്ചങ്ങോട്ട് നീങ്ങി ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു. ഈ രാഷ്ട്രപതി ഭവനിലും നമുക്ക് എൻട്രി ഉണ്ട് കേട്ടോ. പെർ പേഴ്സൺ 50 റുപ്പീസ് മാത്രമേ ഉള്ളൂ. 9 രൂപ തൊട്ട് 4:30 വരെ മാത്രം. പക്ഷെ അതൊക്കെ കാണാൻ ഒരുപാട് സമയം വേണം. അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ട്യൂസ്ഡേ തൊട്ട് സൺഡേ വരെയാണ് ഓപ്പൺ. ഒട്ടുമിക്ക എല്ലാ മേജർ സ്പോട്ടുകളും മൺഡേ ഓഫ് ആയിരിക്കും എന്നറിയാലോ. ഇത്രയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കേരള ഹൗസ് ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഡൽഹി വരുന്നവർ മസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സ്പോട്ടാണ് കേരള ഹൗസ്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഒരുപാട് വണ്ടികൾ കിടക്കുന്നതാണ്. നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ഒക്കെ ഒരു സ്പോട്ടാണ്. അപ്പോൾ ഉച്ചവരെ ഉള്ളത് ഇത്രയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ബാക്കി അതിന് ശേഷമാണ് പോയത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.